അഗ്നിപർവ്വതം പോലെ തൃശ്ശിയിലോട്ട് എവിടെ നിന്ന് നോക്കിയാലും രാത്രി കാണുന്നതാണ് ഈ മല. ഇതിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ തൊട്ട് ഇപ്പുറത്ത് മാർക്കറ്റാണ്. മാർക്കറ്റിന്റെ നടുവിലാണ് ഇതിന്റെ മുകളിലേക്കുള്ള എൻട്രൻസ്. ഹിമാലയത്തിനെയും കാട്ട് പഴക്കമുള്ള മലയാണിത്. രാവിലെ അതിന്റെ മുകളിലേക്ക് കയറാൻ പോകുന്നതാണ്. അപ്പോൾ അടുത്തെത്തിയിട്ടാകുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചയാണിത്. ഈ വലിയൊരു കുളം മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. നമ്മൾ മല കയറാൻ പോകുന്ന സമയത്ത് ആദ്യം ഒരു വിഘ്നേശ്വരന്റെ കോവിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങേണ്ടത്. ഏകദേശം 400-ലധികം സ്റ്റെപ്പുകൾ കയറേണ്ടതുണ്ട്. പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണിത്. ഒരു പാട്ടിയൊക്കെ തൊഴുതിട്ട് ഇറങ്ങി വരുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 200 സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 വഴികൾ കാണാൻ പറ്റും. വലത്തോട്ട് പോയ ഉച്ചി പിള്ളിയാറും ഇടത്തോട്ട് പോയ സ്വാമിയമ്മൻ കോവിലാണ്. ഇതാണ് ഇടത്തോട്ടേക്കുള്ള വഴി. ഇതിന്റെ ഉള്ളിലെ അധികം ക്യാമറ അലൗഡ് അല്ല. എന്നാലും ഞാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ. പഴയ കാലത്തുള്ളതാണ്. വലിയൊരു ശിവലിംഗമാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ. അതായത് നമ്മൾ പോകുന്ന വഴിയിൽ പാറ തുറന്നിട്ടാക്കിയ ഒരു ക്ഷേത്രം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വലത് സൈഡിലേക്ക് നടക്കുന്നതാണ്. അതിനുശേഷം ഒരു 200 സ്റ്റെപ്പ് കൂടി മുകളിലേക്ക് കടന്നു. പിള്ളയാർ, ഉച്ചൈ പിള്ളയാർ, അങ്ങനെ എന്താ തമിഴിൽ പറയും. അതെന്ന് വെച്ചാൽ ഉച്ചിയിലിരിക്കുന്ന, അതായത് മലേൻ്റെ മുകളിലിരിക്കുന്ന ചെറിയ വിഘ്നേശ്വർ, അതായത് ഗണപതി, പിള്ളയാർ, ഗണപതിനെ കാണാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 200 സ്റ്റെപ്പ് വരെ കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ ശിവൻ്റെ ഇത് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ 200 സ്റ്റെപ്പ് കയറിയിട്ടാകുമ്പോഴാണ് നമുക്ക് ഗണപതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കയറുന്നത്. അത് മലേൻ്റെ ഉള്ളിലോട്ട് തുറന്ന പോലെ ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഇനി ഇങ്ങനെ ഷീറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറുവാണ് വേണ്ടത് കേട്ടോ. ഇതുണ്ട് ചെറിയൊരു സ്റ്റെപ്പാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞാൽ ചെരിഞ്ഞിട്ടുള്ള പോലെയാണ് തോന്നുന്നത് കേട്ടോ. ഇതുണ്ട് നിങ്ങൾ, അതായത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ചെരിഞ്ഞ്, അതായത് ഇവിടെ കറക്റ്റ് മനസ്സിലാവും. കണ്ടോ, സ്റ്റെപ്പ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ ഇതെല്ലാം കല്ല് കുത്തിയെടുത്തിയാണ്. അതാണ് ഇതിൻ്റെ മുകളിലെത്തിയിട്ടാകുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അതായത് തൃശ്ശി ടൗൺ നമുക്ക് ഏകദേശം മുഴുവനായിട്ടും 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും. അതായത് അമ്പലത്തിന് ചുറ്റും നടന്നിട്ട് നമുക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും കാണാൻ പറ്റും. ടെമ്പിളാണ് ഫേമസ്. അങ്ങ് വേറെ ടെമ്പിളുണ്ട്. ഇതുണ്ടോ 3 കോവിൽ. അതേതാ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് തമിഴ്നാട്ടിൽ വന്നിട്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കോവിൽ കാണാൻ പറ്റും. ദൂരത്ത് നിന്നാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. കാവേരി നദിയിലൊന്നും തീരെ വെള്ളമില്ല. ഇതുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടാണ് ഉള്ളത്. അവിടുന്ന് കാണുന്ന വ്യൂ ആണ് നിങ്ങളെ കാണിച്ചിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹിമാലയത്തിനെയും കാട്ട് പഴക്കമുള്ള മലയാണിത്. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയാം? സത്യം പറഞ്ഞാൽ ഞാനിവിടെ എത്തിയതിന് ശേഷമാണ് ഇത് അറിയുന്നത്. അല്ലാണ്ട് ഇത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയതല്ല ഞാൻ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ എത്തിയതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതുണ്ട് എന്നൊക്കെ അറിയുന്നത്. ഇത് നിങ്ങൾ കാണുന്നത് നമ്മൾ മലേൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ഓരോ സ്ഥലത്തു നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. വിദേശികളടക്കം പല ആൾക്കാരും ഇത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തൃശ്ശി ടൗണിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്.